അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിറാജുദ്ദീൻ ഉസ്താദിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സിറാജുദ്ദീൻ ഉസ്താദിൻ്റെ അസുഖം മാറിയോ? രണ്ടാമത്തത്, ഉസ്താദ് വീട്ടിലെത്തിയോ എന്നതിനുള്ള 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഈ സിറാജുദ്ദീൻ ഉസ്താദ് ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ്. സിറാജുദ്ദീൻ ഉസ്താദിന് ഗുരുതരമാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഉസ്താദ് വീട്ടിലെത്തിയെന്നും പറഞ്ഞുള്ള വീഡിയോസും ആളുകൾ പോസ്റ്റ് ചെയ്തു. ഈ സമയത്തൊന്നും ഉസ്താദ് യാതൊരു രീതിയിലുള്ള അതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിരുന്നില്ല. അവസാനം സഹിയിട്ട് ഉസ്താദ് തന്നെ പറയുകയാണ്, എന്തിനാണ് തന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് അവർക്ക് എന്താണ് പ്രയോജനമെന്നുമാണ് ഉസ്താദ് വളരെ സങ്കടത്തോടെ പറഞ്ഞത്. കാരണം നമുക്കറിയാം, പ്രഭാഷണ പരിപാടിയിലേക്ക് ഉസ്താദ് വന്നു കഴിഞ്ഞാൽ ആ പ്രഭാഷണം കേൾക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, നമ്മളെല്ലാവരും കേട്ടിരുന്നു പോകും. അത്രയ്ക്ക് മനോഹരമായിട്ട് പ്രസംഗം പറയുന്ന ഒരു വ്യക്തിയാണ് സിറാജുദ്ദീൻ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ദുആയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. കാരണം അത്രയ്ക്ക് ഹൃദയത്തിൽ തട്ടിയുള്ള സംസാരങ്ങളാണ് ഉസ്താദ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഉസ്താദ് തന്നെ ഈ ആളുകൾ, ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ആളുകളോടാണ് ചോദിക്കുന്നത്, എന്തിനാണ് എന്നെക്കുറിച്ച് ഇതുപോലുള്ള വീഡിയോസൊക്കെ ആൾക്കാർ ഇടുന്നത് എന്നാണ് ഉസ്താദ് തന്നെ ചോദിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഉസ്താദിനെ കുറിച്ചുള്ള വീഡിയോസ് ഇടുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഉസ്താദിനെ കുറിച്ചുള്ള അപ്ഡേഷനിൽ 2 അപ്ഡേഷനുണ്ട്. ഉസ്താദിൻ്റെ അസുഖം മാറിയോ എന്നതിനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഉസ്താദിൻ്റെ അസുഖം പൂർണ്ണമായി ഷിഫയായി എന്നാണ് ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഉസ്താദിനെ ആശുപത്രി വിടാമെന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഉസ്താദ് വീട്ടിലെത്തിയോ എന്നുള്ളതാണ്. ഉസ്താദ് നിലവിൽ വീട്ടിലെത്തിയിട്ടില്ല, ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കും തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതാണ്. അതോടൊപ്പം തന്നെ പൊതുവേദികളിലൊക്കെ ഉസ്താദ് ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടുന്നതാണ്. കാരണം ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കെല്ലാവർക്കും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാം. ആമീൻ ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.